തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെശയ്യാ പ്രവാചകൻ 43 അധ്യായം 19 വാക്യത്തിൽ പറയുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതുവർഷം എന്നത് മനുഷ്യന്റെ കാലഗണനയിലെ ഒരു അടയാളം മാത്രമല്ല, അത് ദൈവത്തിന്റെ കൃപയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ദൈവം നമ്മോട് വീണ്ടും പറയുന്നു, വിലാപങ്ങളുടെ പുസ്തകം 3:22 മുതൽ, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതും ആകുന്നു. ഈ പുതുവർഷം ദൈവം നമ്മെ വിളിക്കുന്നത് 4 ആത്മീയ ദിശകളിലേക്കാണ്. ഒന്നാമതായി, ദൈവത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ആരംഭിക്കുന്ന പുതുവർഷം. സദൃശ്യവാക്യങ്ങൾ 16:3, നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. മനുഷ്യൻ എത്ര ബുദ്ധിമാനായാലും ദൈവഹസ്തം ഇല്ലാത്ത ബുദ്ധി അപൂർണമാണ്. പുതുവർഷത്തിൽ നമ്മൾ പല തീരുമാനങ്ങളും എടുക്കും. വിദ്യാഭ്യാസം, ജോലി, കുടുംബം, ആരോഗ്യം. യാക്കോബ് ശ്ലീഹ 4:15 മുതൽ പറയുന്നു, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു, ഈ വക പ്രശംസ എല്ലാം ദോഷമാകുന്നു. ബ്ലെയ്സ് പാസ്കൽ ഇപ്രകാരം പറയുന്നു, there is a God-shaped vacuum in the heart of every man which cannot be filled by any created thing but only by God. ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന ശൂന്യത ദൈവത്താൽ മാത്രമേ നിറയുകയുള്ളൂ. പുതുവർഷത്തിന്റെ ആരാധന നമ്മുടെ ജീവിതം ദൈവത്തിൽ ഏൽപ്പിക്കുക എന്നതാണ്. 2, പഴയ ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതൽ, ആത്മീയ പുതുക്കൽ. 2 കൊരിന്ത്യർ 5:17 വായിക്കുന്നു, ക്രിസ്തുവിലാകുന്നവൻ പുതിയ സൃഷ്ടിയാകുന്നു. ചിലർ പഴയ പാപങ്ങളുടെയും, ചിലർ പഴയ കുറ്റബോധങ്ങളുടെയും, ചിലർ പഴയ വേദനകളുടെയും അടിമകളായി എപ്പോഴും തുടരുന്നു. യെശയ്യാ പ്രവചനം 1:18, നിന്റെ പാപങ്ങൾ എത്ര ചുവപ്പായിരുന്നാലും മഞ്ഞുപോലെ ഞാൻ വെളുപ്പിക്കും. സെന്റ് അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നു, God created us without us, but he did not will to save us without us. ദൈവം നിന്നെ രക്ഷിക്കുന്നത് നിന്റെ ഇഷ്ടമല്ലാതെയല്ല, പക്ഷെ നിന്റെ ഇച്ഛയോടുകൂടിയാണ്. പുതുവർഷം പഴയ ശൃംഖലകൾ പൊട്ടിക്കുന്ന ദൈവിക അവസരമാക്കണം. 3, പ്രത്യാശയിൽ ബലം പ്രാപിക്കുന്ന പുതുവർഷ യാത്ര. യെശയ്യാ പ്രവചനം 40:31, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ജീവിതത്തിൽ ഇരുട്ടുള്ള കാലങ്ങൾ വരും, എന്നാൽ ഒരു വിശ്വാസിയുടെ പ്രത്യാശ സാഹചര്യങ്ങളിലല്ല, അവന്റെ കർത്താവിലാണ്. റോമർക്കെഴുതിയ ലേഖനം 5:5, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. വിക്ടർ ഫ്രാങ്ക്ലിൻ ഇപ്രകാരം പറയുന്നു, ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ ഏതു വേദനയും സഹിക്കും. Those who have a why to live can bear almost anyhow. പുതുവർഷം പ്രശ്നരഹിതമാകണമെന്നില്ല, പക്ഷേ പ്രത്യാശയോടുകൂടിയതാകണം. 4, സ്നേഹവും സേവനവും സാക്ഷ്യമായ പുതുവർഷം. യോഹന്നാന്റെ സുവിശേഷം 13:35, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്നെല്ലാവരും അറിയും. സഭയിലെ ആരാധന പള്ളിവാതിൽക്കുള്ളിൽ അവസാനിക്കുന്നതല്ല, അത് വീട്ടിലേക്കും സമൂഹത്തിലേക്കും ഒഴുകണം. യാക്കോബ് ശ്ലീഹ 2:17 പറയുന്നു, വിശ്വാസം പ്രവൃത്തികളില്ലെങ്കിൽ നിർജീവമത്രേ. മദർ തെരേസ പ്രകാരം ഓർമ്മിപ്പിക്കുന്നു, എല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, എന്നാൽ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാം. Not all of us can do great things, but we can do small things with great love. പുതുവർഷത്തിലെ യഥാർത്ഥ ദൈവസാക്ഷ്യം സ്നേഹത്തിലൂടെ ജീവിക്കലാണ്. യെശയ്യാ പ്രവാചകൻ 43:19 പറയുന്നു, ഇതാ ഞാൻ പുതിയ കാര്യം ചെയ്യുന്നു. പ്രിയരെ, ഈ പുതുവർഷം ദൈവത്തിൽ ഏൽപ്പിക്കപ്പെട്ടതാകട്ടെ, മാനസാന്തരത്തിൽ പുതുക്കപ്പെട്ടതാകട്ടെ, പ്രത്യാശയിൽ ശക്തമായതാകട്ടെ, സ്നേഹത്തിൽ സാക്ഷ്യമായതാകട്ടെ. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.